ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ 2 ഗസ്റ്റ് ഉണ്ട്. ഒരാളിതാ വേറൊരാൾ വീട്ടിൽ വിളിക്കുകയാണ് ഗൈസ്. ഇത് എൻ്റെ കോളേജിൽ 2 ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർ. നാളെ ഞങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്മേറ്റിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. പിന്നെ കുറച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതിനൊക്കെ ആയിട്ടാണ് ഇവർ വന്നത്. ഇവർ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു അടിച്ചുപൊളി മൂഡിലാണ് ഞങ്ങളിപ്പം. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഒരാളും കൂടെ ഉണ്ട്. ഒരാളിപ്പം വീട്ടിലൊക്കെ വിളിച്ച് എല്ലാ വിശേഷങ്ങളൊക്കെ പറയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയമാകുമ്പോൾ വരും. അടുത്ത എൻ്റെ ഫ്രണ്ടാണിത്. കുറച്ച് ഹൈപ്പറാണ് ഗൈസ്, കുറച്ച് ഹൈപ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഭയങ്കര സൈലന്റ് ആണ്. അത് നമുക്ക് നാളത്തോടെ മനസ്സിലാവും സൈലന്റ് ആണോ അല്ലേ. വീഡിയോ എടുക്കാനായിട്ട് ഇവർ ഒറ്റയ്ക്ക് ഞങ്ങള് ഇൻട്രോ എടുത്തപ്പോ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഷോ. ഞങ്ങളൊരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോവാണ്. സാധനം എത്തിക്കത്തേ ഉള്ളൂ, ഓൺ ദ വേ ആണ്. നമുക്ക് സാധനം വാങ്ങാൻ പോവാം. അല്ലേ എല്ലാം മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ നേരത്തെ കാണിച്ച കൂട്ടുകാരില്ലേ, അവൾ ഇപ്പോഴും കോള് തീർന്നിട്ടില്ല. അവൾ വീട്ടുകാരെ, അപ്പൂപ്പനെ, അമ്മൂമ്മേനെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പാതിരാത്രിയൊക്കെ ആകുമ്പോൾ തീരുമായിരിക്കും കോള്. ഇരുട്ടായതുകൊണ്ട് കാണത്തില്ല, ഫ്ലാഷ് ലൈറ്റാണ്. നമുക്ക് പോവാം ഗൈസ്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടം വരെ എത്തണം, ആ ലൈറ്റുള്ള സ്ഥലത്ത്. ഇതെല്ലാമാണ് ഗൈസ്, ഇതെല്ലാം. അവളിത് നടന്ന് പോവാണ്. എന്ത് ചെയ്യുന്നത് എത്താറായി ഗൈസ്. അങ്ങനെ നമ്മൾ നീണ്ട ഒരു നടപ്പിന് ശേഷം സാധനം കിട്ടി ഗൈസ്. ഇവിടെ വന്നു. ഒരു ചരിത്ര നിമിഷമാണ്. കുണു വീട്ടുകാരെല്ലാം വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അവളുടെ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും നാട്ടുകാരെ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഫ്രീ ആയി. പിന്നെ ഇളകി ഹൈപ്പറാന്ന് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ഒന്നും പറയില്ല. കൊറേ സ്നാപ്പ് തുറക്കാനുണ്ട്. ഇവിടെ എൻ്റെ ഒരാഴ്ചത്തെ സ്നാപ്പ് ഉണ്ടോ, കഴിഞ്ഞ ആഴ്ചത്തെ സ്നാപ്പ് പോലും ഇവിടെ തുറന്നിട്ടില്ല. ഇന്ന് ഇത് തുറക്കാണ്ട് നിന്നിവിടെ കിടപ്പില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞോണ്ട് ഇരുന്ന് എൻ്റെ സ്നാപ്പ് കാണുന്നുണ്ട്. പിന്നെ ഒത്തിരി സ്നാപ്പ് ഓപ്പൺ ചെയ്യാനുണ്ട്. അവളുടെ മാത്രമല്ല, ഒന്നും ചെയ്തിട്ടില്ല. സ്നാപ്പ് ഉള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്. ഞാൻ സ്നാപ്പ് തുറക്കാതെ ജസ്റ്റ് ഫോട്ടോ മാത്രം ലോഡ് ചെയ്യണവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് നമ്മളെന്ത് തേങ്ങ എന്ന് പറയുന്നറിയില്ല. ഇടയ്ക്ക് TV ഷോർട്സ് അല്ലേ ഇടണേ. ഒരാള് അയ്യോ ഒന്നും കാണാനും പറ്റുന്നില്ല കർത്താവേ. കണ്ടു ഗൈസ്. ഒരാൾ വ്ളോഗിൽ വന്നിരിക്കുകയാണ്. പാവം ഹോസ്റ്റലിലാണ്. വരാൻ അധികം ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റിയില്ല. സാരില്ല, നാളെ കാണാം. ഉറുമ്പിനെ വെച്ച് കുത്തിച്ചെടി അപ്പടി ഉറുമ്പൊഴിച്ചു. വാഷിംഗ് മെഷീനും കഴിയണം, എല്ലാം കഴിയണം. എന്താണ് ഇത്ര ക്യൂട്ട്നെസ് അവളോട്. ഇവര് വരുന്ന പ്രമാണിച്ച് ബിരിയാണി എത്തിയിരിക്കുകയാണ്. റൈസും ഉണ്ട്. കുണു ചിലപ്പോൾ റൈസ് ആയിരിക്കും കഴിക്കുന്നത്. അവൾക്ക് ബിരിയാണിയുടെ ഒന്നും താല്പര്യമില്ല. ഈ ഫാനൊന്ന് ഓഫാക്കുമോ? അപ്പം ബിരിയാണി ലൈറ്റാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞാനും എല്ലാം കഴിച്ചു കഴിഞ്ഞു. പക്ഷെ കുണു ഇതുവരെയും കഴിച്ചു കഴിഞ്ഞില്ല. 1 മണിക്കൂറായി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും എല്ലാം ബിരിയാണി കഴിച്ചു. അപ്പോൾ അവൾക്ക് ബിരിയാണി വേണ്ട, ഇഷ്ടമല്ല പോലും. പിന്നെ ഞാൻ ബിരിയാണി കഴിക്കില്ല ഗൈസ്, ചോറ് കഴിക്കുന്നു ഗൈസ്. യാത്രയായപ്പം വിശപ്പിൻ്റെ വിളി ഇവർക്ക് പിന്നെയും വന്നു. സ്വീറ്റ്സ് ആണ് കഴിക്കുന്നത്. നല്ല പറ്റത്തില്ല കേട്ടോ. എന്താ അങ്ങനെ ഞങ്ങൾ കഴിച്ചു, എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കിടന്നു. കുണു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്ത് ചെയ്യാ
കെട്ടഴിക്കുകയാണ് കെട്ടഴിക്കുകയാണ്. അന്ന് ഞങ്ങളിപ്പോൾ ഉറങ്ങാൻ അവള് രണ്ട് കെട്ടിയതാ. എല്ലാം രണ്ട് കെട്ടിയതാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങി, കുറേ വർത്താനമൊക്കെ പറയാനുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് ഇനി ഉറങ്ങി. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റിന് പോവും, പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവും, പിന്നെ ഷോപ്പിങ്ങിന് പോകും. എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വ്ളോഗ് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.